ഞാൻ കാരണം എത്ര പേരാ വിഷമിക്കണത്. എടാ നീ കാരണം ഞങ്ങള് വിഷമിക്കുന്നില്ലല്ലോ, അതുപോലെ. എന്നാലും അവൾ എന്നെ ഇഷ്ടമല്ലാന്ന് മുഖത്തടിച്ച പോലെ പറഞ്ഞ എന്താണാവോ? എടാ സുബ്രു, ഇവൻ മുമ്പ് പോയി കണ്ടോ വല്ല പെണ്ണിന്റെ മോളായിരിക്കും അത്. തമാശ വിട്. അവളോടൊന്ന് ചോദിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടോ? അതിനുള്ള വഴി അന്വേഷിക്കുക. ഷാജഹാനെ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ എന്താ ചെയ്യാ? ജീവിതത്തിൽ ആദ്യമായിട്ടാ അഭിമാനക്ഷത ഉണ്ടാവുന്നത്. അവൾ വെറുതെ വാശി പിടിച്ചിരിക്കുക. അതിനുള്ള കാരണം കണ്ടെത്തണം. ഇഷ്ടമായില്ല എന്നുള്ളത് അവളുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ ആ പറഞ്ഞതിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്. അതെന്താണെന്ന് അറിയണം. അതിന് ഞാനൊരു സിമ്പിൾ ഐഡിയ പറയാം. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് സത്യം പറയും. അതുകൊണ്ട് അവളുടെ മനസ്സ് മനസ്സിലാക്കാൻ നമുക്കൊരു പെണ്ണിനെ പറഞ്ഞയച്ചാലോ? ഏത് പെണ്ണ് പോവും? സൂറാനെ അയക്കാം. അല്ലെങ്കിൽ നമ്മുടെ മാഷുടെ മോള് ഐശ്വര്യനെ. ഏയ്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ ഒരാളുണ്ട്. Down sweat and you can take space, so yeah, wet again, reef, but no, we can finish it ready. Posing on my Insta, lots of hop you away. Oh man, that's on style, oh man, that's on style, നോക്ക്. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. കശ്മല, ഷാജഹാനുമായിട്ട് വിവാഹം ഉറപ്പിച്ച റുക്സാനയല്ലേ? ആര് വിവാഹം ഉറപ്പിച്ചു? ഷാജഹാനുമായി വിവാഹം ഉറപ്പിച്ചു എന്നാണല്ലേ കേട്ടെ? ഷാജഹാൻ എന്നൊരാൾ വന്നത് ശരിയാണ്. ഞാൻ അയാളെ വേണ്ടെന്ന് വെച്ചു. എന്താ ഷാജഹാൻ ഒരു കുറ്റം? നല്ല ചെറുപ്പക്കാരനല്ലേ, സ്വത്തില്ലേ, ഗൾഫിൽ നല്ല ജോലി. എന്നാ നിങ്ങൾ കെട്ടിക്കോ. അല്ല, അവൻ എന്തിനാ വെറുക്കുന്നെന്ന് പറഞ്ഞില്ല. അതെല്ലാവരോടും പറയാൻ പറ്റില്ല. പ്ലീസ്, ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയുടെ മനസ്സറിയാൻ പറ്റൂ? സോറി, ഞാൻ പോകുന്നു. എന്നോട് പറയൂ. ലീവിൽ വന്നിട്ട് ഇത്രയും ദിവസമായി. ഇന്നെങ്കിലും നിനക്ക് ചെലവ് ചെയ്യാൻ തോന്നിയല്ലോ. അല്ല, ഇതേതാ വകുപ്പ്? വല്ല കല്യാണം ഒത്തടാ. നമ്മളറിയാതെ അതിന് വിടോ നമ്മള്? ഗൾഫിൽ നിന്ന് ഒരാള് ലീവിന് വന്നാ ഒരു ആൽബം പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ മോശാണ്. അതവരുടെ കടമയാണേ. അതിനുള്ള ചെലവല്ലടാ അത്. അതൊന്നും അല്ലടാ, ഞാൻ തിരിച്ചു പോവാ. വെറുതെ ഇവിടെ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം? അവിടെയാണെങ്കിൽ ഇക്ക ഇങ്ങോട്ട് വരാൻ കയറ് പിടിച്ചോണ്ടിരിക്കുക. അങ്ങേർക്ക് ഭാര്യയും കുടുംബമൊക്കെ ഉള്ളതല്ലേ, പാവം. അപ്പൊ നിന്റെ കല്യാണം? ഹേയ്, അതൊന്നും ശരിയാവില്ലടാ. അല്ല, എന്താ നിന്റെ മനസ്സിൽ ഒരു കാരണമില്ലാതെ വരണ ആലോചനകളൊക്കെ നിനക്ക് ഇഷ്ടപ്പെടാതെ വരിക? നമ്മൾ കണ്ട പല പെൺപിള്ളേരും ബെസ്റ്റ് ആയിരുന്നു, പക്ഷെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ, അത് ശരിയാ, എനിക്കും തോന്നി. അല്ല, നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? നീ ചിരിച്ചു തള്ളാതെ കാര്യം എന്താന്ന് പറ. അല്ല പിന്നെ. ഹലോ, ആ ഓക്കെ, അത് പറയാം. ആരാടാ? ആ, അത് നിന്റെ ഉമ്മ ആശുപത്രിയിലാന്ന് വയ്യാതെ. അല്ല, ഈ ആൽബത്തിന്റെ കാര്യമൊക്കെ എന്തായി? നിന്റെ ആൽബം പറയുന്നില്ല, കാണിച്ചിറങ്ങുന്ന. എടാ, ഞാനും വരണ്ടേ? ഡോക്ടർ, ഉമ്മാക്ക് പേടിക്കാനൊന്നുമില്ല, മൈൽഡ് അറ്റാക്കാ. ഒരുപാട് ടെൻഷൻ കൊടുക്കായിരുന്നു നമ്മൾ. ഓക്കെ, മോനെ, ഉമ്മാന്റെ വിഷമം അനക്കറിയില്ലേ മോനെ? ഇജ്ജ് മാത്രമാണ്ട ഉമ്മാന്റെ വിഷമവും സന്തോഷവും എല്ലാം.
അന്റെ നിക്കാഹ് കാണാൻ പറ്റാണ്ട് പോകേണ്ടി വരുമോന്നാ ഇപ്പൊ എന്റെ പേടി. അന്റെ ബാപ്പ ഇന്നലെ രാത്രി കനവിൽ വന്ന് പറയാ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അനക്ക് മതിയായില്ലേ ചെയ്യാത്തു? എത്ര കാലായി ഞാൻ കാത്തിരിക്കണം. അന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ഷാജഹാന്റെ കാര്യം ഒരു നിലയ്ക്കാക്കാണ്ട് അനക്ക് വരാൻ പറ്റൂല. അല്ലെങ്കിലും പിള്ളേരെ കിട്ടിയ തള്ളയ്ക്ക് പിന്നെ കെട്ടിയോന്റെ വിചാരം ഉണ്ടാവും. പക്ഷെങ്കില് എന്റെ മനസ്സിലിപ്പോഴും ഈ തന്നെയാണ് ചെയ്യാത്തോ. ഇനി എന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ ചെയ്യാത്തോ, വയ്യ. ഈ എത്രയും വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. എത്രയും വേഗം, എത്രയും വേഗം. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുക. അങ്ങനെയൊന്നും ഉണ്ടാവൂല. എല്ലാം കറണ്ടാവും. കറണ്ടല്ല. ഇജ്ജ് പറഞ്ഞിടോ, ഞാൻ പറഞ്ഞ. ഓ എന്റെ പടച്ചോനെ, എല്ലാത്തിനും ഒരു യോഗം വേണം. കറിക്ക് ചേരാത്ത കഷ്ണം നുറുക്കരുതെന്ന് പറയുക എന്റെ ബാപ്പ. പടച്ചോൻ തരണ വേദന എല്ലാം അനുഭവിച്ചെന്നെ പറ്റും. ഉമ്മാനെ വേദനിപ്പിക്കാൻ എനിക്ക് പറ്റും ഉമ്മ. ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പിന്നെ എന്റെ മനസ്സിലെന്താ? എന്റെ നിക്കാഹല്ലാണ്ട് ഈ ജീവിതത്തിൽ ഉമ്മക്ക് വേറെ മോഹമില്ലെന്ന് എനക്കറിഞ്ഞൂടെ? ഇനിയും വെച്ച് വൈകിക്കുകയാണെങ്കിൽ ഉമ്മക്ക് പരലോകത്ത് വെച്ച് എന്റെ നിക്കാഹ് കാണാൻ പറ്റൂ. ഉമ്മ പറഞ്ഞതിന് കാര്യണ്ട് ഷാജഹാനെ. പെറ്റ തള്ളന്റെ ഇരിച്ചില് പിറന്ന പിള്ളേർക്ക് മനസ്സിലാവൂല. അന്റെ ഉമ്മാക്കൊരു മനസ്സമാനം കിട്ടണമെങ്കിൽ ഇജ്ജൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? ഈ ഒന്നും ചെയ്യണ്ട, കുഞ്ഞാപ്പൂന്റെ കൂടെ പോവുക. ഈ പ്രാവശ്യം ഓൻ കാണിക്കണ പെണ്ണിനെ അനക്ക് ഇഷ്ടപ്പെടും. ഉമ്മാന്റെ മനസ്സ് പറയണു ഈ പെണ്ണ് അനക്ക് പറഞ്ഞിട്ടുള്ളവളാ. ശരിക്കും ഷാജഹാനെ അനക്ക് ഇഷ്ടപ്പെടൂ. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കോൺഫറൻസ് അല്ല, കോൺഫിഡൻസ്. ഓ ഇജ്ജ് പറഞ്ഞ ഫിയോടോ ഞാൻ പറഞ്ഞ ഫീ. കേട്ടോ ഷാജഹാനെ, ഇത്ര മിടുക്കിയായ ഒരു പെണ്ണിനെ ഞാൻ പോലും കണ്ടിട്ടില്ല ഇതുവരെ. പിന്നെ എങ്ങനെ അവൾ ഇത്ര മിടിക്കാന്ന് പറയുന്നത്? ഓ അതല്ലടോ, അത്ര മിടുക്കിയവള്. അവളുടെ ആ അഴകുണ്ടല്ലോ, 24 മാറ്റ 10 മാറ്റി. കുഞ്ഞാപ്പൂയെ, ഓളുടെ പേരെന്താന്നാ പറഞ്ഞേ? റുക്സാന എന്നാ പേര്. അല്ല, ഡ്യൂട്ടിഫുൾ പേര്. ഡ്യൂട്ടി അല്ല, ബ്യൂട്ടി. ഓ ഇജ്ജ് പറഞ്ഞ ബാഞ്ഞോടോ ഞാൻ പറഞ്ഞ ബാ. അല്ല ഷാജഹാൻ എന്താ ഒരു മൂഡൌട്ട്? അത് മൂഡ് ഔട്ടല്ല, അത് ഈ പെൺകുട്ടീനെ കാണാനുള്ളൊരു ലോക്കൗട്ടാ. അതെന്താ ഓളോടെ പോയി? കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയിരിക്കുക, ഇപ്പൊ വരും. അത് ശരി, നീ ആ ഫോൺ എടുത്തേ. ഒരു മിനിറ്റ്. ഹലോ. ആ മോളെ, നീ എവിടെ? ഹലോ ഇക്ക, ഞാൻ വന്നോണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ്. ഞാൻ ബൈപ്പാസ് റോഡ് എത്തി. വേഗം വാ, എല്ലാരും എന്നെ കാത്തിരിക്കേ. ഹലോ പോലീസ്. ഹലോ 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 മോളെ. ചേ കട്ടായി. ഇപ്പെത്തും. ഒഴിവാക്കാനാവാത്ത ക്ലാസ് എത്ര? നേരം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ എന്നുള്ള വിചാരമേ ഉള്ളൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. വണ്ടി നമ്പർ പറഞ്ഞേ. അങ്ങോട്ടെടുത്ത് ഇങ്ങോട്ടെടുത്ത്. എവിടെ ബുക്കും പേപ്പറും? ന്യൂ രജിസ്ട്രേഷൻ വണ്ടിയാ സർ. ഹെൽമെറ്റ് ഇല്ല, പോരാത്തതിന് മൊബൈൽ ഫോണും. സോറി സർ, ഞാൻ ഐടെക് കമ്പ്യൂട്ടർ സെന്ററിലെ സ്റ്റുഡന്റാ. സ്പെഷ്യൽ ക്ലാസ്സിന് പോയതാ. അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. താൻ ആരായാലും നിയമം തന്നെയാ. 1000 രൂപ ഫൈൻ അടിച്ചു പോയേ. സർ, എന്റെ കയ്യിൽ അത്രയും പണമില്ല സർ. പിന്നെ എത്ര രൂപയുണ്ട്? സർ, ഒരു 500 രൂപയുണ്ട്. അതടച്ചു പോ. അത് ക്ലാസ് കൊടുക്കാനുള്ള സർ, പ്ലീസ് സർ. പേര് പറ, വേഗം പേര് പറ. കേടോ എല്ലാം ഉണ്ടോ? എന്താ ഇത്ര വൈകിയത്? എവിടെ എന്റെ പുന്നാരാങ്ങള? ഇങ്ങടെ കെട്ടിയോൻ? മെല്ലെ അകത്തന്നെ കാണാൻ ചെക്കനും കൂട്ടിനും വന്നിട്ടുണ്ട്. വേഗം ചെന്ന് ഡ്രസ്സ് മാറ്. എന്റെ കയ്യിലുള്ള 500 രൂപയും പോയി, മാനവും പോയി. അപ്പഴാ ഒരു പെണ്ണ് കാണല്.
ഇക്ക കേക്കണ്ട, നീ ഇങ്ങോട്ട് വേഗം വാ. വന്നേ, പറയുന്നത് കേക്ക്. എങ്ങോട്ടാ? എന്താ മൂക്കടാ. ഞെട്ടിയില്ലേ നീ? ഞെട്ടി പണ്ടോരടങ്ങിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞെട്ടുന്ന്? എന്താ ഒരു സ്വകാര്യം? അത് പിന്നെ ഷാജാന്റെ അഭിപ്രായം എന്താ? ഇവനെന്തീ പെണ്ണുങ്ങളെ കാണാത്ത പോലെ? അതെ, ഞങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡ്. ഉള്ള കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞ നിങ്ങളുടെ ഞങ്ങളുടെയും സമയം ലാഭം. നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടു? രക്ഷപ്പെട്ടു എന്നല്ല, ഇഷ്ടപ്പെട്ടു. ചക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഓർക്കൊരു മിണ്ടാനും പറയാനും ഉണ്ടെങ്കിൽ. ആ, അതും ശരിയാ. എന്താ മോളെ? മിണ്ടാനും പറയാനും എനിക്കൊന്നുമില്ല. കാരണം എനിക്ക് ഇയാളെ ഇഷ്ടായില്ല. പോട്ടെ മോനെ, വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. നമ്മളൊന്ന് ചിന്തിക്കും, പടച്ചോൻ വേറൊന്നും നടത്തും. ഉമ്മ എന്തായി പറയണ്? പടച്ചോൻ എന്ത് നടത്തിയെന്നാ? ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഓളെ എനിക്കും അത്ര പിടിച്ചിട്ടൊന്നുമില്ല. വേണ്ട, പുടിക്കണ്ട. പുടിച്ചാലും പുടിച്ചില്ലെന്ന് പറയണം. അതാണ് ആണത്തം. അന്റെ ബാപ്പ പറയും, പെണ്ണും പൊന്നും തേടി ആണ് പോകരുത്, ആണിനെ തേടി വരണമെന്ന്. അന്നെ കെട്ടാൻ പടച്ചോന് ഒരുത്തിനയക്കും, ഉറപ്പാ. ഇജ്ജ് നോക്കിക്കോ. എന്നാലും ഇത്ര മൊഞ്ചുള്ള ഓനെ എന്തിനാ ഓള് വേണ്ടാന്ന് പറഞ്ഞത്? അഹമ്മദി അല്ലാണ്ട് എന്താ? പെണ്ണുങ്ങളായ കുറച്ച് അടക്കോ ഒതുക്കോ ഒക്കെ വേണം. ആണുങ്ങളെ മുമ്പിൽ ധിക്കാരം പറയാ. ഓളുടെ വിചാരം എന്താ? എലിസബത്ത് റാണി എന്നാ കാര്യം. ഓള് നമ്മുടെ അഭിമാനത്തിലാണ് കൈവച്ചതെങ്കിലും നീ അത് കാര്യാക്കണ്ട, വിട്ടുകളാ. നാളെ തന്നെ കുഞ്ഞാപ്പൂനെ വിളിച്ച് വേറെ പെണ്ണ് കണ്ടുപിടിക്കണം. ഓൻ ആദ്യായിട്ട് പിടിച്ചൊരു പെണ്ണ, അതിങ്ങനെ ആയില്ലോ. വരാനുള്ളത് വഴി തങ്ങോ? ഓളുടെ ഈ ധിക്കാരത്തിന് ഈ ഓളെ തന്നെ കെട്ടി അന്റെ കാലിന്റെ ചോട്ടിലിടേണ്ടതാ. പക്ഷേ ഇനി അത് നടക്കണ കാര്യം എന്താ നടക്കാത്തെ? ഈ ഷാജാൻ വിചാരിച്ചാലേ ഓളല്ല ഓളെ ഉമ്മാനെ കൊണ്ട് നിങ്ങളുടെ മുന്നിലിട്ട് വരും. എന്താ കാണണോ? അതെന്തായാലും വേണ്ട. ആ തള്ളക്കേ ചോദിക്കാനും പറയാനും ആളുണ്ടാവും. ഇതെന്തപ്പത്ര ചൂടാവാൻ? ഒരു പെണ്ണുള്ള സത്യം പറഞ്ഞു, ഇത്രയല്ലേ ഉള്ളൂ. മോനെ, ഓള് ഭയങ്കര മൊഞ്ചത്തിയാണെന്ന് കുഞ്ഞാപ്പൂ പറഞ്ഞു. ശരിയാണോടാ? ഉമ്മയ്ക്കൊന്ന് കാണുമായിരുന്നു. ഉമ്മ ഒന്ന് പോയേ. കുഞ്ഞാപ്പക്ക, കുഞ്ഞാപ്പക്ക. ആരാ? ഓ, തമാശ കള കുഞ്ഞാപ്പക്ക. നിങ്ങൾ വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരാ? മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഓഹോ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലല്ലേ? ദുബായിക്കുള്ളൊരു വിസയുടെ കാര്യം ഓർമ്മയുണ്ടോ? പൊന്നു മോനെ ഷാജഹാനെ, ചതിക്കരുത്. നമ്മൾ ജീവിച്ചു പോക്കോട്ടെ. അതിന് തന്നെയല്ലേ ഞാൻ വിളിക്കണത്. മതി, നിർത്തി. അന്റെ കൂടെയുള്ള സകല ഏർപ്പാടും നമ്മൾ നിർത്തി. ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ടേ. പ്രാരാബ്ദം
ഓ ഇജ്ജ് പറഞ്ഞ ഭാ തന്നെയാണ് ഞാൻ പറഞ്ഞ ഭാ. ഇജ്ജ് വണ്ടി ഇരിച്ചു വിട്. കുഞ്ഞാപ്പക്ക, എന്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. എന്റെ കയ്യിൽ പെയിന്റ് ബ്രഷാ. ഇതാപ്പൊ എന്റെ ഭാവി. നിന്റെ ഭൂതം എന്താണെന്ന് അറിയാൻ എനിക്ക്. എന്നാ കേറ്റിക്കോ കേറ്റിക്കോ. തിന്നണിന് ഒരു കുറവും വരുത്തണ്ട. എവിടുന്നാ വരുന്നെന്ന് മാത്രം അറിയണ്ട. ദോശക്കല്ലുമ്പോ അല്ലാണ്ട് എവിടുന്നാ തമാശിക്കണ്ട. കടക്കാരൻ രാഘവന്റെ അടുത്ത് 4ാം തവണയാ കടം മേടിക്കുന്നത്. നാണക്കേടുകൊണ്ട് തൊലി പൊളിയ. ബ്രോക്കറാണ് അത്ര ബ്രോക്കർ. കാലാണെങ്കിൽ ഉപകാരമില്ലാത്ത ഈ ബ്രോക്കർ പണിയുണ്ട് ഈ വീട്ടിൽ ഇനി അടുപ്പ് പോകുകയും നോക്കണ്ട. ഇജ്ജൊന്ന് സമാധാനിക്കണ്ടേ കുഞ്ഞാവിനാ. ഷാജഹാന്റെ വിസ ശരിയായ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരൂലേ? മതി ഇങ്ങടെ ഒരു ഷാജഹാൻ. ആ പേര് ഇനി ഈ വീട്ടിൽ കേട്ടു പോകരുത്. ഓന്റെ നിക്കാഹ് നടക്കണമെങ്കിലേ ലോക അവസാനാവും. അതുവരെ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കണമെന്നാ. ഇതുങ്ങളെ നോക്കി മര്യാദക്ക് വല്ലതും കുടിക്കുകയും തിന്നുകയും ചെയ്തത് കഴിഞ്ഞ പെരുന്നാളിനാ. ഈ ഷുക്കൂർ ഉള്ളത് കൊണ്ട് 2 നേരം കഞ്ഞി കുടിക്കുന്നുണ്ട്. അത് തിന്നു മുടിക്കാൻ നിങ്ങളും. അന്നത്തിന്റെ മുന്നിൽ കണക്ക് പറയില്ല എന്റെ കുഞ്ഞാവിനാ. പടച്ചോൻ പോർക്കൂല. ഈ അന്നത്തിന്റെ കണക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഷുക്കൂറിന്റെ കെട്ടിയോളുടെ മരുമകളുടെ പ്രസവച്ചെലവിന് വെച്ച കാശുകൊണ്ട് വാങ്ങിയ മാവാണ് ഈ വെട്ടി വിടുന്നത്. ദേ ഞാനൊരു കാര്യം പറയാം. ഷുക്കൂർ പുതിയ ബിൽഡിങ്ങിന്റെ പെയിന്റിംഗ് പണി ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് നിങ്ങളെ പറഞ്ഞയക്കാന്ന് ഞാൻ ഏറ്റെടുത്തു. എന്തേ പെയിന്റ് പണിക്കാ? നിങ്ങളുടെ ബ്രോക്കർ പണിയെക്കാട്ടിലും നല്ലതാ. പിന്നെ എല്ലാ കാലവും ഈ കുടുംബം നോക്കിക്കോളാന്ന് എന്റെ പൊന്നു ഷുക്കൂർ നേർച്ചയൊന്നും നേർന്നിട്ടില്ല. എന്റെ കൂടെ പറഞ്ഞു എന്നല്ലാതെ കണ്ട് എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മോന്റെ കയ്യിൽ നിന്ന് 2000 രൂപ അഡ്വാൻസ് വാങ്ങി കഴിഞ്ഞു. നാളെ തന്നെ നിങ്ങൾ പണിക്ക് പോണം. ഇല്ലാച്ചാ തിരിച്ചു വരുമ്പോ ഇന്ത്യയും മക്കളുടെയും മയ്യത്തുണ്ടാവും ഈ കഴിക്കൊഴില്. ഓള് പറഞ്ഞ പോലെ ചെയ്യും. ചെതലെടുത്തേക്കണ പെരയാ. 3 കൂടി കെട്ടി തൂങ്ങിയ അതും താങ്ങൂല. പിന്നെ അത് നന്നാക്കണമെങ്കിൽ വേറെ കായ് കാണണം. ഞാനില്ല ഷാജഹാനെ, ജാള വിട്. കുഞ്ഞാപ്പക്ക, ഈ ഷാജഹാൻ വെറും വാക്ക് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നോക്കി, ഞാൻ പോയതിന്റെ 2ാം ദിവസം നിങ്ങൾക്കുള്ള വിസ ഇവിടെ എത്തും. അതിന് ഇജ്ജ അവിടെ എത്തിയിട്ട് വേണ്ടേ? ഇത്രയും കാലം കണ്ട് പെണ്ണുങ്ങൾ അനക്ക് പിടിച്ചില്ല. ഇപ്പൊ അനക്ക് പിടിച്ചതിന് അന്ന. ഇത് നടക്കണ കേസല്ല മോനെ. നടക്കണം. ഇത് നടന്നില്ലെങ്കിൽ വേറൊന്നും നടക്കില്ല കുഞ്ഞാപ്പക്ക. അതെ കുഞ്ഞാപ്പുക്ക, ഇവൻ സീരിയസാ. ഈ കല്യാണം നടക്കണം. അതിലുള്ളത്തിന് സൂത്രപ്പടിയോടെ ഞങ്ങൾ വന്നിരിക്കണേ. നിങ്ങൾ വരി. അതിപ്പോ സുക്കൂറ് നിങ്ങൾ വാങ്ങിയ അഡ്വാൻസിന്റെ കാര്യല്ലേ, അത് ഞാൻ കൊടുക്കും. നിങ്ങൾ വരി. ഈ കല്യാണം എത്രയും വേഗം നടക്കുന്നുവോ അത്രയും വേഗം ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് പൊങ്ങും. കുഞ്ഞാപ്പക്ക, ഇതുവരെ ഇവന് പിടിക്കാതിരുന്ന പ്രശ്നം ഇപ്പൊ ഇവന് പിടിച്ചല്ലോ. ഇനി ഇത് നടത്താനുള്ള ചെറിയൊരു പ്രശ്നമല്ലേ ഉള്ളൂ. അത് നിങ്ങൾ വിചാരിച്ച നടക്കാത്ത. നിങ്ങൾ വരി വരിന്ന്. അങ്ങനെ അങ്ങോട്ട് വരി. അനുഭവിച്ച് കയറ്റി പോട്ടെ പോട്ടെ. നമ്മളെല്ലാവരും ജയിച്ചു. അതിനിപ്പോ നമ്മൾ ഏത് പരീക്ഷ എഴുതിയേ? പരീക്ഷ തന്നെ മാമ, വെറും പരീക്ഷ അല്ല, അഗ്നി പരീക്ഷ.
പക്ഷേ നമ്മളാ തീ കെടുത്തി. പയർ പോസ്റ്റിലെ ഇബ്രാഹിം കുട്ടിയാ. ഓ ഓന്റെ ഉപ്പൂപ്പ നിങ്ങൾ നാത്തുക്ക് പോവും മൂപ്പരെ. ഇയ്യാത്തുമ്മ അവസാനം അത് അവര് സമ്മതിച്ചു, നമ്മളതോട് ഒപ്പിച്ചു. എന്റെ പറച്ചോനെ, ഈ എന്റെ ദുവാ കേട്ടല്ലോ. എവിടെ പൂജാപ്പള അകത്ത് പോയിട്ട് ഒളിച്ചിരിക്ക. ഓൻ രാവിലെ പോയതാ, കൂടാ പട്ടാളം ഉണ്ട്. നമ്മളൊന്ന് നോക്കട്ടെ, ഇനി ഇവിടെ ഒരു മേളല്ലേ. ഒരു മാലുകൂടെ പൊട്ടിച്ചേ. ഉറപ്പിച്ചു, സംഗതി ഉറപ്പിച്ചു. എന്തടാ അവന്റെ വീട് പണി നടക്കല്ലേ, ഗേറ്റ് ഉറപ്പിച്ച കാര്യവും. അതല്ല, കെട്ട് കെട്ട്, ഇവന്റെ കെട്ട്. നീ എന്താടാ പറയണത്? ഷാജഹാന്റെ നിക്കാഹ് ഉറപ്പിച്ചെന്നാ? ആ കുഞ്ഞാപ്പൂവിനും തപ്പി നടക്കുന്നുണ്ട്. അയാൾ ആ റുക്സാനേനും വീട്ടുകാരും പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇത്രേ കലക്കിയടാ മോനെ, അങ്ങനെ വിചാരിച്ച കാര്യം സാധിച്ചു. ഇനിയും പലതും സാധിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇവനൊരു നാണവും ഇല്ല. അതല്ല, അവൾ ഇനി അനുഭവിക്കാൻ പോണേ ഉള്ളൂ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? പറയാം. ആദ്യം അവൾ എൻ്റെ ബീവി ആവട്ടെ, പിന്നെ അവൾ എൻ്റെ തനി സ്വഭാവം അറിയാൻ പോണത്. പുതുപ്പെണ്ണായിട്ട് വലതുകാലച്ച് പെരയിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ പണി കൊടുത്തിരിക്കും. ഷാജഹാനെ, നീ ഇതെന്താ ഈ പറയണെന്ന് വല്ല നിശ്ചയണ്ടാ? ഉണ്ടടാ, ഉണ്ട്, നല്ല നിശ്ചയമുണ്ട്. നെഞ്ചിലൊരു അമ്പ് കറച്ചാൽ അത് ഊരിക്കളഞ്ഞ് മരുന്ന് വെട്ടാൻ ഷാജഹാൻ പഠിച്ചിട്ടില്ല. പകരം അതേതവന്റെ തല തെറിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും.